ഫ്രണ്ട്സ്, HPCL അഥവാ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്രന്റീഷിപ്പ് എന്ന് കേട്ട് നിങ്ങൾ ഞെട്ടേണ്ട. അവിടെ കാണാൻ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് 25,000 രൂപയാണ് മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നത്. സ്റ്റൈപ്പൻഡ് മാത്രമല്ല, ഇതിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HPCLൻ്റെ തന്നെ പെർമനൻറ്റ് വാക്കൻസിയിലേക്കൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കും. അതിന് മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ കാണാം HPCL മാർക്കറ്റിംഗ് ഡിവിഷനിലേക്കാണ്. ഓൾ ഇന്ത്യ ലൊക്കേഷനിലാണ്. വിവിധ ഇടങ്ങളിലായിട്ട് നമുക്ക് വാക്കൻസികൾ പ്രതീക്ഷിക്കാം. നമ്മുടെ കേരളത്തിലുണ്ടാവും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് 16/5/2025 മുതൽ 30/5/2025 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. 30/5 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ട്രെയിനിങ് പൊസിഷൻ നമുക്ക് നോക്കാം. ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ ഇതിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 25 കഴിയാനും പാടില്ല. 30/5/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ 25 കഴിയാൻ പാടില്ല. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 28, OBC NCL ആണെങ്കിൽ 28 വയസ്സ് വരെയും, PWD ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെയൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏജിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. AEC ടൂൾ ഉപയോഗിച്ച് ഏജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ BA or BTech ഒക്കെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ പറയുന്ന സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ജനറൽ, OBC, AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇനി അതോടൊപ്പം തന്നെ SC/ST അതുപോലെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50% മാർക്ക് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. മന്ത്ലി സ്റ്റൈപ്പൻഡ് കൂടെ കാണാം. 25,000 രൂപയാണ് നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, മറ്റു കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ NATS അതായത് NATS നിങ്ങൾക്കൂടെ കാണാൻ ജസ്റ്റ് കാണിക്കുക. ഇതാണ് നാഷണൽ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് സ്കീം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഇതിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അത് വീഡിയോയുടെ അവസാനം കാണിക്കാം. രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ നിങ്ങൾക്ക് HPCLൻ്റെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം കേട്ടോ. HPCLൻ്റെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യുകയും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന സ്കീമല്ല. അതൊരു നിശ്ചിത ടൈം പീരീഡ് ഉണ്ട് അതിനെന്നുള്ളത്. അത് തന്നെയാണ് ഇതിലും നോട്ടിഫിക്കേഷനിലൂടെ പറഞ്ഞിട്ട് കാണാം. 1/4/2022 എന്ന് പറയുന്ന ഈ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് 1/4/2022 എന്ന് പറയുന്ന ഈ ഡേറ്റിലോ അതിന് ശേഷമോ നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 1/4/2022 എന്ന് പറയുന്ന ഈ ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മുൻപ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത് ആഫ്റ്റർ നിങ്ങൾക്കൂടെ കാണാം 1/4/2022 ഓൺവേർഡ്സ് ആണ്. അത് 2025 ഇപ്പം നിങ്ങൾ ഈ റിസൾട്ട് ഈ 2025 കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾ 1/4/2022 മുൻപ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓൾറെഡി മുൻപ് അപ്രന്റീഷിപ്പ് ചെയ്തവരോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ 1 ഇയർ അല്ലെങ്കിൽ മോർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് ഇവരെ തീരുമാനിക്കും എന്തടിസ്ഥാനത്തിലാണ് ഇൻ്റർവ്യൂവിന് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. അത് മാർക്ക് തന്നെയാണ് മെയിനായിട്ട് അവർ നോക്കുക. അപ്പം ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ജൂണിലായിരിക്കും കേട്ടോ. ജൂണിലായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ അക്കാദമിക് റിസൾട്ട്, അതായത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മെയിൻ ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് വേക്കൻസി ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് HPCLൻ്റെ വെബ്സൈറ്റ് കയറി രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യം, നിങ്ങളിതിൽ HPCLൻ്റെ ഇതിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്താൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ, അതായത് സക്സസ്ഫുള്ളി നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബെനിഫിറ്റാണ് അവർ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പെർമനൻറ്റ് വേക്കൻസിയിലേക്ക് വിളിക്കുന്ന സമയത്ത് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതായത് അപ്രന്റീഷിപ്പ് പീരീഡിൻ്റെ ആ ടൈം ഡ്യൂറേഷൻ എത്രയാണോ, ഒരു 1 ഇയർ ആണെങ്കിൽ ആ 1 ഇയർ നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന HPCLൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ പുറമെ നിങ്ങൾക്ക് ഒരു 5% അഡീഷണൽ വെയിറ്റേജ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ 5% പാടെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നിങ്ങൾ നേടിയിരിക്കുന്ന മാർക്കിൻ്റെ ഒരു 5% പാടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു
മാർക്ക് ഒരു വെയിറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് റാങ്ക് 5% എന്ന് പറയുമ്പോൾ നമ്മുടെ റാങ്ക് നേരെ മുകളിലേക്ക് പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് അതിലൊരു മുൻഗണന നമുക്ക് ആ രീതിയിൽ അവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ കാണാം ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ലൊക്കേഷൻ എന്തെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ലഭിക്കാം. കേരളത്തിൽ തന്നെ ലഭിച്ചോളം നിർബന്ധമൊന്നുമില്ല, കേരളത്തിനും വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ തയ്യാറായിരിക്കണം. അതോടൊപ്പം തന്നെ 1 year ആണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ അത് കോൾ ലെറ്ററൊക്കെ നമുക്ക് സെൻഡ് ചെയ്യുന്നത് ത്രൂ മെയിൽ വഴി ആയിരിക്കും. അതുപോലെ തന്നെ മെയിൽ അല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ കോളൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ കോൾ ലെറ്റർ നിങ്ങൾക്ക് അതിൽ മെയിൽ ത്രൂ അവർ അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മെയിലുണ്ട്, അതിലേക്ക് മെയിൽ അയച്ച് അന്വേഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിൽ അപ്പോൾ ഇത്രയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റാണ്, ഇതിൻ്റെ ഹോം പേജിലാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെൻ്റ് ആയിട്ട് ഉള്ള ജോബ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ് ആണ് കേട്ടോ, മെയ് ജോബ്സ് ആണ്. ഇതിൽ ജോയിൻ ചെയ്താൽ എയർപോർട്ട് ജോബ്സും വർക്ക് ഫ്രം ഹോം ജോബ്സൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലേറ്റസ്റ്റ് ജോബ്സ് ആണ് ഇവിടെ കാണാൻ പറ്റും. HPCL ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുൻപ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NATSൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളത് ഓപ്പൺ ആക്കാം. അപ്പോൾ NITSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് കാണാം നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം എന്നാണ് NITS. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പോകണം. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് പോകണം. ഓക്കെ, അത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളവിടെ ലിങ്ക് കാണാം. ഇത് HPCLൻ്റെ ലിങ്കാണ്. അതിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതാണ് നമുക്ക് സൈനിങ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. അതും ഇവിടെ നിങ്ങൾക്കൊരു ബ്ലൂ കളറിൽ കാണാം, ന്യൂ രജിസ്ട്രേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓപ്പൺ ആയി വരും. നിങ്ങൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ ഇമെയിലും മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് കൺഫേം ചെയ്ത് നിങ്ങളിത് അങ്ങനെ ചെയ്ത് പോകണം. അത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവിടെ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ലിങ്കാണ്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.